ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. പാർഷ്യൽ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. 226 I equal to integral x square plus x plus 3 divided by x square minus 5x plus 6. അപ്പോൾ നമുക്കറിയാം റാഷണൽ ഫംഗ്ഷൻ ആണ്, പക്ഷേ പ്രോപ്പർ അല്ല അല്ലേ, ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇംപ്രോപ്പർ ആകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പ്രോപ്പർ ആക്കണം. ലോങ് ഡിവിഷൻ പ്രോസസ്സ്, ലോങ് ഡിവിഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 3 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇവിടുത്തെ 5 ഇവിടുത്തെ 5 അല്ല, ഇവിടുത്തെ ഫസ്റ്റ് അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എക്സ് സ്ക്വയർ 1 ഇൻറ്റു മൈനസ് 5x 1 ഇൻറ്റു 6 എല്ലാം കൂടി മൈനസ് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 0, എക്സ് മൈനസ് എന്ന് പറയുമ്പോൾ 6x, 3 മൈനസ് 6 എന്ന് പറയുമ്പോൾ -3 അല്ലേ, പ്രോപ്പറായി അല്ലേ. ദെർഫോർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x plus 6 equal to 1 plus 6x minus 3 divided by x square minus 5x plus 6 അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് വരും, therefore I equal to integral 1 dx plus integral 6x minus 3 divided by x square minus 5x plus 6 dx. അപ്പോൾ ഇൻ്റഗ്രൽ 1 dx ഇൻ്റഗ്രൽ എക്സ് അല്ലേ, ഇൻ്റഗ്രൽ ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് ഇനി നോക്കാം, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാതിന് എന്താ പറയുക, നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണോ ന്യൂമറേറ്ററിൽ നോക്കിയിട്ട് ചെയ്യുന്ന മെത്തേഡില്ലേ, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇനി അടിയുള്ളതിന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കും ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഫാക്ടറൈസ് ചെയ്ത് എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമുക്കൊരു I1 പേര് കൊടുക്കാം. അപ്പോൾ I ഈക്വൽ ടു ഇൻ്റഗ്രൽ I1 അല്ലേ, ഇതിന് I1 പേര് കൊടുക്കാം. I1 ഞാൻ I1 ചെയ്യണം. അപ്പോൾ I1 ഈക്വൽ ടു ഇൻ്റഗ്രൽ 6x മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ്, അപ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ വരും 6x മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ a ബൈ എക്സ് മൈനസ് 2 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 3 കിട്ടിയില്ല. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതിന് ശേഷം എന്ത് ചെയ്യുക, I കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും, a ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 2 6x മൈനസ് 3. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു 2, 12 മൈനസ് 3 9 ഈക്വൽ ടു 2 മൈനസ് a. അപ്പോൾ a ഈക്വൽ ടു മൈനസ് 1/9. പുട്ട് എക്സ് ഈക്വൽ ടു 3. അപ്പം 18 മൈനസ് 3 15 ഈക്വൽ ടു ബി ഇൻറ്റു ബി ഇൻറ്റു 3 മൈനസ് 2 1 ബി. ദെർഫോർ I1 ഈക്വൽ ടു ഇൻ്റഗ്രൽ a ബൈ a എന്ന് പറയുന്നത് എത്രയാണ്, a മൈനസ് 1/9 എക്സ് മൈനസ് 2 ഡി എക്സ് പ്ലസ് 15 ബൈ എക്സ് മൈനസ് 3 ഡി എക്സ്. അപ്പോൾ ഇവൻ്റെ ആൻസർ മൈനസ് 1/9 ലോഗ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 15 ലോഗ് മോഡ് എക്സ് മൈനസ് 3 പ്ലസ്. ദെർഫോർ I ഈക്വൽ ടു ഏതായി എക്സ് പ്ലസ് I1 അല്ല, എക്സ് പ്ലസ് I1 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1/9 ലോഗ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 15 ലോഗ് മോഡ് എക്സ് മൈനസ് 3 പ്ലസ് സി. ദാറ്റ് ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 3x² പ്ലസ് 2x മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പം ഇവിടെ എക്സിൻ്റെ എക്സ് സ്ക്വയറും ഇവിടെ എക്സ് സ്ക്വയർ പ്രോപ്പർ അല്ല, നോട്ട് പ്രോപ്പർ അല്ലേ. അപ്പം പ്രോപ്പർ ആക്കണം. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് ഗുണിച്ചിട്ട് ഇതേപോലെ ഒരു ക്വാഡ്രാറ്റിക് തന്നെ ആക്കണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ വരിക, എക്സ് മൈനസ് 1
എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് എക്സ് മൈനസ് 2, അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 1, 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടുത്തെ ഫസ്റ്റ് 3x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ 3, അപ്പോൾ 3x സ്ക്വയർ 3x മൈനസ് 6 മൈനസ് ചെയ്യുമ്പോൾ 0 മൈനസ് എക്സ് പ്ലസ് 5 അല്ലേ. ദെയർഫോർ 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 3 പ്ലസ് മൈനസ് എക്സ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇവിടെയാണോ? ഓക്കെ, അപ്പോൾ എങ്ങനെ വരുന്നു? Therefore I equal to integral 3 dx plus integral minus x plus 5 divided by x minus 1 into x plus 2 dx. അപ്പോൾ എന്തോന്നു? I equal to 3 dx എന്ന് പറയുമ്പോൾ 3x plus I1. ഇനി I1 കാണണം. I1 equal to integral minus x plus 5 divided by x minus 1 into x plus 2 dx. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ മൈനസ് എക്സ് പ്ലസ് 5 divided by x minus 1 into x plus 2 equal to a by x minus 1 plus b by x plus 2 minus x plus 5 equal to a into x plus 2 plus b into x minus 1. Put x plus 2 equal to 0, x equal to 1, x equal to 1 കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? 4 equal to ഇത് പോവും 3a, അപ്പോൾ a equal to 4/3, x equal to minus 2 അപ്പോൾ 8 equal to minus 2 minus 3 minus 3b, b equal to minus 8/3. Therefore I1 equal to a by x minus 1, a 3 4/3 log mod x minus 1 minus 8/3 log mod x plus 2. Therefore I equal to 3x plus 4/3 log mod x minus 1 minus 8/3 log mod x plus 2 plus c. That is the answer. Look at those. I equal to integral x cube plus x plus 1 divided by x plus 1 into x square plus 1. അപ്പോൾ ഇത് പ്രോപ്പർ ആണോ? അല്ല, പ്രോപ്പർ അല്ല അല്ലേ. കാരണം ഇവിടെ ക്യൂബാണ്, ഇവിടെയും ക്യൂബാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആക്കണം. അപ്പോൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇത് ഗുണിച്ചിട്ട് ആദ്യം ഇതേപോലെ ആക്കണം. നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളത് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയറിലെ ടേം ഇല്ലാത്തതുകൊണ്ട് 0 എക്സ് സ്ക്വയറിന് എഴുതണം, എക്സ് പ്ലസ് 1. ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ളത് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് നോക്കുക. അപ്പോൾ 1 ആണ്. 1 ഇൻറ്റു എക്സ് ക്യൂബ്, 1 ഇൻറ്റു എക്സ് സ്ക്വയർ, 1 ഇൻറ്റു എക്സ്, 1 ഇൻറ്റു 1 മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊന്നും 1 ഇൻറ്റു എക്സ് ക്യൂബ്, 1 ഇൻറ്റു എക്സ് സ്ക്വയർ, 1 ഇൻറ്റു എക്സ് അല്ല എക്സ്. അപ്പം ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ 0 0 ഇങ്ങനെ വരും. അപ്പോൾ എന്ത് വരും? ദെർഫോർ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് 1 equal to 1 plus minus x square by x plus 1 into x square plus 1. Therefore
I equal to integral 1 dx plus integral minus x square by x plus 1 into x square plus 1 dx. അപ്പോൾ നമുക്കിനി ഇത് പാർഷ്യൽ ഫോം ഒരു I1 എഴുതാം അല്ലേ, I1. അപ്പോൾ I ഈക്വൽ ടു എക്സ്, ഇതിനി മൈനസ് പുറത്തേക്ക് എടുത്ത് ചെയ്യട്ടോ, ഈ മൈനസിന് പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എക്സ് പ്ലസ് I1. അപ്പോൾ I1 ഈക്വൽ ടു കുറച്ചും കൂടി നന്നാവുക, ചെയ്യാനൊക്കെ ഒരു എളുപ്പം ഉണ്ടാവുക, മൈനസിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ആക്കാം, ഈ മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ആക്കാം, അതായത് കുറച്ചും കൂടി എളുപ്പം ഒരു സുഖം ഉണ്ടാവുക, കാണാനൊക്കെ ഭംഗിയതല്ലേ. മൈനസ് I1. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 dx. അപ്പോൾ പാർഷ്യൽ ഫോം എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി എക്സ് പ്ലസ് സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു -1, 1 ഈക്വൽ ടു ഇത് പോവില്ല അല്ലേ, ഇത് പോവില്ല. അപ്പോൾ എ ഇൻറ്റു -1, അപ്പോൾ 2a, എ ഈക്വൽ ടു 1/2. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ബി എക്സ് എക്സ്, അപ്പം ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ, അപ്പോൾ ഇവിടെ 1 ആണ് കോഎഫിഷ്യൻ്റ്, 1 ഈക്വൽ ടു എ പ്ലസ് ബി, അപ്പോൾ ബി ഈക്വൽ ടു 1 - 1/2, 1/2. ഇനി കോൺസ്റ്റൻറ്റ് ടേം, ഇക്വേറ്റിംഗ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ 0 ഈക്വൽ ടു എ പ്ലസ് സി, അപ്പോൾ സി ഈക്വൽ ടു -1/2. സി ഈക്വൽ, അപ്പോൾ എന്ത് വരും, therefore I ഈക്വൽ ടു I1 അല്ലേ, I1 ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ബൈ എ എന്ന് പറയുന്നത് 1/2 ബൈ എക്സ് പ്ലസ് 1 dx പ്ലസ് ബി എക്സ് പ്ലസ് സി, ബി ഏതാ 1/2 എക്സ് മൈനസ് 1/2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 dx. അപ്പോൾ എന്ത് വരും, 1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1, 1/2 പുറത്ത് കിടക്കാം അല്ലേ, 1/2 എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 dx. അപ്പോൾ 1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 1/2, ഇത് സിമ്പിളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1/2 പുറത്ത് കിടക്കാം, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ, മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 dx. അപ്പോൾ വരും 1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 1/2 ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 റിലേറ്റീവ് 2x അല്ലേ, 2 ഇട്ട് കൊടുത്താൽ മതി, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1/2 ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി, ഇതാണ് I1. therefore I ഈക്വൽ ടു എക്സ് മൈനസ് 1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 മൈനസ് 1/2 ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ആ മൈനസ് ഞാൻ ഓൾറെഡി ഗുണിച്ചു, മൈനസ് ഇവിടെ മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ആൻസർ ഇതാണ്. മൈനസ് ഓഫ് കോമൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് കോമൺ എടുക്കാൻ ഇവിടെ പ്ലസ് വരും.
ഇത് x-1/x² നേരത്തെ ഇതേപോലെ x-1 ചേഞ്ചസ് ടു a ഇൻറ്റു അങ്ങനെ ചെയ്താലും ചെയ്യും മതി, എങ്ങനെയും ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ്, ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് അറിയാം ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ഏതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ആ മെത്തേഡിലേക്ക് നമുക്ക് പോകാം. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ അവിടെ കഴിഞ്ഞു. നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കേസസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് റൂളാണ്. ഞാൻ പറഞ്ഞിരുന്നു ഒരു മൊത്തത്തിൽ എല്ലാ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് റൂള് ഇൻ്റഗ്രേഷനിലില്ല, പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ഇല്ല. എന്നാൽ ചില പ്രത്യേക കേസസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് റൂളാണ് എന്ത്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് പ്രൊഡക്റ്റ് റൂൾ, നോട്ട് യൂസ്ഡ് ഇൻ ഓൾ ദി കേസസ്. എല്ലാ കേസസിലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇതിനെ ഹൈലൈറ്റ് റൂൾ എന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി എന്താണ് റൂള്, ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ വലിയൊരു ഇൻ്റഗ്രൽ എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. എന്താണ്, ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, പിന്നെ മൈനസ് ഈ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്, പിന്നെ ഈ സാധനത്തിന് ഇൻ്റഗ്രൽ സെക്കൻഡ്. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻ്റഗ്രലാണ്, ഇത് രണ്ടും കൂടി ഗുണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, dx ചെയ്യേണ്ടത്. അപ്പോൾ ഈ റൂൾ അത്ര ഈസി അല്ലാത്ത റൂളാവാനുള്ള കാരണം എന്താ, ഒരു ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി ഇവിടെ 1, 2, 3 ഇൻ്റഗ്രൽ സിമ്പിൾ വരികയാണ്. ഉണ്ടോ, ഒരു ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി ഇവിടെ 3 ഇൻ്റഗ്രൽ വരിക. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റണം, എന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നോക്ക്, ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഹൈലൈറ്റ് റൂൾ എന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ വരികയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ x² log x വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിലല്ല ഇക്വേഷൻ ഉള്ളത്, ഫോർമുല ഉള്ളത്. അപ്പോൾ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും, ഒരു സെക്കൻഡ് ഫംഗ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x² എടുക്കണോ, ഫസ്റ്റ് ഫംഗ്ഷൻ log x എടുക്കണോ, തന്ന രീതിയിൽ തന്നെയാണോ എടുക്കേണ്ടത്, അങ്ങനെയല്ല, അതിനൊരു പ്രത്യേക റൂളുണ്ട്. റെഡിയല്ലേ? അതായത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ i ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. L എന്ന് പറഞ്ഞാൽ ലോഗ് ഫംഗ്ഷൻ, ലോഗുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ. എ എന്ന് പറയുന്നത് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ x² x എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻസ് ഇല്ലേ, അങ്ങനത്തെ ഫംഗ്ഷൻ. ടി എന്ന് പറയുന്നത് TF ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഇതിലെ ഓർഡറിലായിരിക്കണം ഫംഗ്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ എ ആണ്, log x എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പോൾ ഇതിലെ ഓർഡറാണ് നോക്കുക, AL എന്നല്ല വരേണ്ടത്, LA എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. മനസ്സിലായോ, ഈ റൂൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഇതിലെ ലെറ്ററിൽ ഇതിലെ ഓർഡറിലായിരിക്കണം നമ്മൾ ഫങ്ഷൻസ് എടുക്കേണ്ടത്. അതായത് ആദ്യം ഇപ്പോൾ ഐയും എല്ലും വരികയാണെങ്കിൽ ആദ്യം ഐ എടുക്കണം, ഫസ്റ്റ് ഫംഗ്ഷൻ ഐയും എല്ലും അല്ലേ, ഈ ഒരു ഓർഡറിൽ. ഇപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ലോഗും ട്രിഗണോമെട്രി വന്നാൽ ആദ്യം എടുക്കണം, ലോഗ് എടുക്കണം, പിന്നെ ട്രിഗണോമെട്രി. റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്, ഹൈലൈറ്റ് റൂൾ എന്ന് വിളിച്ചത്. അപ്പോൾ വേണമെങ്കിൽ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് ചൂസ്, ഫസ്റ്റ് ഫംഗ്ഷൻ സിമ്പിളാക്കി എഴുതിയാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് സെലക്റ്റഡ് by using the word highlight. എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. I equal to integral x e raised to x e raised to x dx. അപ്പോൾ നമുക്ക് ആദ്യം അറിയണമെന്ത്, എക്സ് ഇ റൈസ് ടു എക്സ്. വേറെ ഒരു വഴിയും ഇല്ലെങ്കിൽ ഇത് അവസാനത്തെ വഴിയായിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലുമൊക്കെ വേറെ വഴികൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. എല്ലാ കേസിലൊന്നും രണ്ട് പ്രൊഡക്റ്റ് ആണല്ലോ, ഇതിലുള്ള ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആണല്ലോ എന്ന് കരുതിയിട്ട് ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഒരു നിർബന്ധമില്ല ചെയ്താൽ കിട്ടണമെന്ന്. അവസാനത്തെ ഒറ്റക്കൈ പ്രയോഗമാണ്, അവസാനത്തെ പ്രയോഗമാണ്.
ഒരു വഴിയില്ലെങ്കിൽ അവസാനം നമുക്ക് പ്രൊഡക്റ്റ് ഈ പാർഷ്യൽ പാർട്സ് ഈ പാർട്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്നേ ഉള്ളൂ. കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും. വേറൊരു വഴിയും ഇവിടെ കാണുന്നില്ല. എക്സ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വഴിയും കാണുന്നില്ല. വേണമെങ്കിൽ നമുക്ക് നോക്ക്, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും വഴികളുണ്ടോയെന്ന്. ഒരു വഴികളുമില്ല. അവസാനത്തെ വഴിയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് നോക്കണം? ഐലൈറ്റിൻ്റെ രീതിയിലായിരിക്കണം. അപ്പോൾ ഇത് എ, ഇത് ഇ. അപ്പോൾ ഐലൈറ്റ് എ ആദ്യം ഏതെന്നല്ലേ വരുന്നത്, പിന്നല്ലേ ഇ. അതായത് ഇതിൻ്റെ ഓർഡറിലായിരിക്കണം. അപ്പം എ ഇ ആണ് ഇവിടുത്തെ ഓർഡർ. അപ്പോൾ എ ഇ അല്ലേ, എ ആദ്യം വരണം അല്ലേ, എ അല്ലേ ആദ്യം വരേണ്ടത്, ഇതിനേക്കാൾ ആദ്യം എ അല്ലേ വരേണ്ടത്. അപ്പോൾ എ ഇ. അപ്പോൾ ഓർഡറാണ്. അപ്പോൾ ഓർഡർ മാറ്റണ്ട. അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, എന്നിട്ട് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയ ഇൻ്റഗ്രൽ, ഇത് ഈ രണ്ടാമത് ഇടുന്നത് വലിയ ഇൻ്റഗ്രൽ, എന്നിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഇന്ന് ഈ സാധനം കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ഇത് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഡി അല്ലേ. ഓക്കെ. അപ്പോൾ എന്ത് വന്ന ആൻസർ? എക്സ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1, ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. അപ്പോൾ ആൻസർ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എക്സ് പ്ലസ് സി. ആൻസർ കിട്ടി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇത്ര ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമ്മൾ ഈ റൂള് ഇങ്ങനെ ചെയ്യാൻ പഠിക്കുക. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് ഈ ഓർഡർ ആണല്ലോ. ഓക്കെ, ഇനി നോക്ക്, ഞാൻ എഴുതി നോക്കട്ടെ. ഞാൻ ഇങ്ങനെ ഇതൊന്നും ഈ സിമ്പിളൊക്കെ എഴുതി ആകെ ഒരു വൃത്തികേടും അതേപോലെ തന്നെ ആകെ കൺഫ്യൂഷനും ആവും. അതിനൊക്കെ എളുപ്പമാണ്. ഫസ്റ്റ് ഉണ്ട് എഴുതുക, ഇനി രണ്ടാമത്തേൻ്റെ ഇൻ്റഗ്രൽ തന്നെ ആൻസർ ആയിട്ട് എഴുതുക. ഫസ്റ്റ് ഇങ്ങോട്ട് എഴുതി, ഇനി രണ്ടാമത്തേൻ്റെ ഇൻ്റഗ്രൽ തന്നെ ആൻസർ ആയിട്ട് എഴുതുക. എന്നിട്ട് മൈനസ്, പിന്നെ ഇൻ്റഗ്രൽ ഇടുക. ഇനി ഈ ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് എഴുതുക. 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇത് അങ്ങോട്ട് അതേപോലെ കോപ്പി ചെയ്യാം. കണ്ടോ? അപ്പോൾ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി. ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ അങ്ങനെ എഴുതാൻ പഠിക്കുന്നത്. എന്തായാലും ഫസ്റ്റത്തെ എഴുതുക, രണ്ടാമത്തേൻ്റെ ഇൻ്റഗ്രൽ അങ്ങോട്ട് എഴുതുക, ഇൻ്റഗ്രൽ തന്നെ എഴുതുക, മൈനസ് ഇടുക ഇൻ്റഗ്രൽ, പിന്നെ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റത്തേൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, ഈ രണ്ടാമത്തെ അതേപോലെ കോപ്പി ചെയ്യുക, ഇവിടുത്തെ അങ്ങനത്തെ കോപ്പി ചെയ്യുക, ഗുണിച്ചിട്ട് ഈ ഡെറിവേറ്റീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. ഇനി എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി. നമുക്ക് വേറെ കുറച്ച് ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അടുത്ത് 230 ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് ഡി എക്സ്. ചെയ്ത് നോക്കാം, എക്സ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തെങ്കിലും ഓർഡറാണ് നോക്കണം. ഐയിൽ ഇത് എ ആണ്, ഇത് ടി ആണ്. ഐയിലെ എ ടി ഓർഡറാണ്. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാം അല്ലേ, ഫസ്റ്റ് ചെയ്ത്. ഇനി രണ്ടാം സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. ഇനി മൈനസ് ഇടണം ഇൻ്റഗ്രൽ അല്ലേ, മൈനസ് ഇടണം ഇൻ്റഗ്രൽ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങോട്ട് എഴുതണം. ഈ സാധനം അങ്ങോട്ട് കോപ്പി ചെയ്യണം, മൈനസ് കോസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ തന്നെ റൂള് പഠിക്കണം, എന്നാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് മൈനസ് എക്സ് കോസ് എക്സ്, ഈ മൈനസും കൂടി പ്ലസ് ആയി, പ്ലസ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ ആൻസർ എന്തായി? മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് സി. 231 ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ്, എക്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ എന്ത് വരും? ഇത് എ ആണ്, ടി ആണ്, ഐലൈറ്റ് അല്ലേ, ഓർഡറാണ്. അപ്പം ഫസ്റ്റ് ഇനി എന്ത് ചെയ്യണം? കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്, മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കോപ്പി ചെയ്യണം. ഈ സാധനം ഇതിൻ്റെ ഡെറിവേറ്റീവ് അങ്ങോട്ട് എഴുതണം, ഇൻറ്റു ഇതന്നെ കോപ്പി ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് അറിയുമ്പോൾ മൈനസ് കോസ് എക്സ് പ്ലസ് സി. അപ്പോൾ എന്ത് വരും? എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ദാറ്റ് ഈസ് ദി ആൻസർ. 232 ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ലോഗ് എക്സ് ഡി എക്സ്, എക്സ് ക്യൂബ് ലോഗ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്കറിയാം ഇത് എ ആണ്, ഇത് എൽ ആണ്. അപ്പോൾ എ എൽ ഐലൈറ്റ് അല്ലേ, അങ്ങനെയല്ല, തിരിച്ചാണ് ഐലൈറ്റ് അല്ലേ. അപ്പോൾ തിരിച്ചാണ് വേണ്ടത്. അപ്പോൾ തിരിച്ച് ചെയ്തണം ആദ്യം. ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ്. അപ്പോൾ ലോഗ് എക്സ്, ഇനി എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4/4 മൈനസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം 1/x
ഈ സാധനം അങ്ങോട്ട് കോപ്പി ചെയ്യണം. x⁴/4 dx. അപ്പോൾ എന്ത് വരും? log x ഇൻറ്റു x⁴/4. ഈ 1/4 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? x⁴ x വെട്ടുമ്പോൾ x³ dx. അപ്പോൾ എന്ത് വരും? log x x⁴/4 മൈനസ് 1/4 ഇൻറ്റു x³ ഇൻ്റഗ്രൽ x⁴/4 dx. x⁴/4 പ്ലസ് c. അപ്പോൾ ആൻസർ log x ഇൻറ്റു x⁴/4 മൈനസ് 1/16 ആക്കാം. അല്ല, x⁴/16 എന്നാക്കണമെങ്കിൽ ആക്കാം. ദാറ്റ് ഈസ് ദി ആൻസർ. നോക്കൂ, 233. I ഈക്വൽ ടു ഇൻ്റഗ്രൽ x log x dx. അപ്പോൾ തിരിച്ചെഴുതണം അല്ലേ? ഇത് a ആണ്, l. തിരിച്ചെഴുതണം. ഇങ്ങനെ എഴുതണം, log x ഇൻറ്റു x dx. അപ്പോൾ എന്ത് വരും? log x ഇൻറ്റു x²/2 log x ഇൻറ്റു x²/2 മൈനസ് log x ഡെറിവേറ്റീവ് 1/x ഇൻറ്റു x²/2 dx. അപ്പോൾ എന്ത് വന്നു? log x ഇൻറ്റു x²/2 മൈനസ് 1/2 x വെട്ടിയിട്ട് x dx. അപ്പോൾ എന്ത് വന്നു? log x ഇൻറ്റു x²/2 മൈനസ് 1/2 ഇൻറ്റു x²/2 പ്ലസ് c. ദാറ്റ് ഈസ് ദി ആൻസർ. അടുത്ത 234. I ഈക്വൽ ടു ഇൻ്റഗ്രൽ log x dx. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ log x dx, അപ്പോൾ log x dx നമുക്ക് ഒരു ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. log x dxൻ്റെ ആൻസർ 1/x dx 1/x എന്ന് എഴുതരുത്. 1/x പ്ലസ് c ആണോ? അല്ല, അതെന്താണ്? അത് ഡെറിവേറ്റീവാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? log xൻ്റെ കാണാൻ log x ഇൻറ്റു 1 എടുക്കുക. അതായത് രണ്ടാമത്തെ ഫംഗ്ഷനെ 1 ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു സിംഗിൾ ഫംഗ്ഷന് അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ കാണാൻ ഒരു വഴിയുമില്ല. ഒരു സിംഗിൾ ഫംഗ്ഷൻ അതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ ഒരു വഴിയുമില്ല. അപ്പോൾ അതിനെ ആ ഫംഗ്ഷൻ ഇൻറ്റു 1 എന്നെടുത്തിട്ട് ചിലപ്പോൾ പാർട്സ് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടും ആൻസർ. കിട്ടില്ല. അപ്പോൾ ഒരു വഴിയില്ലെങ്കിൽ, ഒരു സിംഗിൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ കാണാൻ ഒരു വഴിയില്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻറ്റു 1 എന്നെടുത്തിട്ട് പാർട്സ് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടും. log x നമുക്കൊന്ന് ചെയ്ത് നോക്കാം. log x ഇൻറ്റു 1. അപ്പോൾ ഇത് എന്താ? log x ഇൻറ്റു 1 എന്താ? 1 ഇൻറ്റു log x എന്ന് ചെയ്തത് അല്ലേ? ഈ രണ്ടാമത് വരുന്നത് രണ്ടാമതല്ലേ ഹൈലൈറ്റ് അല്ലേ? എല്ലാം ആദ്യം വരേണ്ടത്. ഇത് ആൾജിബ്രായിക് ടൈപ്പ് അല്ല. ഇനി അത് മാത്രമല്ല, ആ വരുന്നത് കോൺസ്റ്റൻറ്റ് വരുന്നത് എപ്പോഴും രണ്ടാമതായതുണ്ട്. കാരണം ആദ്യം വരുന്നതിനാണ് എന്ത് നമ്മൾ ഈ ഇൻ്റഗ്രലിൽ വരുന്നത്. ഈ 1 രണ്ടാമത് വരുന്നതിനാണല്ലോ കൂടുതൽ ഇൻ്റഗ്രൽ വരിക. അപ്പോൾ രണ്ടാമത് വരുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ അതിനുള്ള ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കറിയാം log x 1ൻ്റെ ഇൻ്റഗ്രൽ x മൈനസ് log x ഡെറിവേറ്റീവ് 1/x. ഈ സാധനം കോപ്പി ചെയ്യണം dx. ഒന്നുകൂടെ log x 1ൻ്റെ ഇൻ്റഗ്രൽ x മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈ സാധനം കോപ്പി ചെയ്യണം. ഇത് വെട്ടിപ്പോകും. അപ്പോൾ എന്ത് വന്നു? log x മൈനസ് ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുമ്പോൾ x പ്ലസ് c. നോക്കൂ, log x ഇൻറ്റു x അല്ലെ? log x ഇൻറ്റു 1ൻ്റെ ഇൻ്റഗ്രൽ x മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നു ഇൻറ്റു x വെട്ടുന്നു ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x. 235. I ഈക്വൽ ടു ഇൻ്റഗ്രൽ sin ഇൻവേഴ്സ് x dx. അപ്പോൾ sin ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√, sin ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രൽ 1/√1 - x ഡെറിവേറ്റീവാണ് ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ കാണാൻ ഒരു വഴിയില്ല. അപ്പോൾ അവസാനം നമുക്ക് ഇൻറ്റു 1 എന്ന രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വരുന്നു? sin ഇൻവേഴ്സ് x ഇൻറ്റു ഇൻ്റഗ്രൽ 1 x മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x² പിന്നെ x dx. അപ്പോൾ എന്ത് വരുന്നു? I ഈക്വൽ ടു x sin ഇൻവേഴ്സ് x മൈനസ് ഇൻ്റഗ്രൽ x/√1 - x² dx അല്ലേ? -1. അപ്പോൾ നമ്മളെന്താ നോക്കേണ്ടത്? റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഡെറിവേറ്റീവാണ് മുകളിൽ അല്ലേ? സിമ്പിളായിട്ട് കൊണ്ടുവരാം. -2x സിമ്പിളായിട്ട് കൊണ്ടുവരാം. അപ്പോൾ x sin ഇൻവേഴ്സ് x മൈനസ് -2x √1 - x². -2 കൊണ്ട് ഗുണിച്ചപ്പോൾ 1/-2 ചെയ്യണം
അല്ലെ -2 കൊണ്ട് ഗുണിക്കുമ്പോൾ 1/-2 ചെയ്യണം. അപ്പോൾ ഈ 1/-2 നമുക്ക് പുറത്തേക്ക് എടുത്താൽ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/2 മൈനസ് 2x/√(1 - x²). അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഡെറിവേറ്റീവ് വന്നാൽ 1/√x dx പോലെയായി അല്ലേ. 1/√x dx എന്താണ്? 2√x നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്ത് വരുന്നു? എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/2 ഇൻറ്റു 2√1 - x² പ്ലസ് സി. അപ്പോൾ ഈ 2 വെട്ടിപ്പോയി. അപ്പോൾ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് √1 - x² പ്ലസ് സി. അപ്പോൾ എന്താ ചെയ്തത്? എക്സ് ഫസ്റ്റ് നമ്മളെ പാർട്സ് അപ്ലൈ ചെയ്യാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ഇൻറ്റഗ്രൽ എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x². പിന്നെ ഇത് അതേപോലെ കോപ്പി ചെയ്തു. ഇനി ഇത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം x/√1 - x². അപ്പോൾ നമ്മൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിൽ ഡെറിവേറ്റീവ് ആണ് മുകളിൽ നിന്ന് നോക്കുക. അപ്പോൾ ഡെറിവേറ്റീവിന് കുറവ് ഒരു -2 മാത്രമേ ഉള്ളൂ. അപ്പോൾ -2 കൊണ്ട് ഗുണിച്ചു കൊടുത്തു. അപ്പോൾ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു 1/-2 വരുമ്പോൾ 1/2 ആണ്, പ്ലസ് 1/2 ആണ്. -2x/√1 - x². അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലൊരു ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ 1/√x പോലെയാണ്. 1/√x എക്സിൻ്റെ ഡെറിവേറ്റീവ് എല്ലാം ഒന്ന്. അപ്പോൾ 1/√x പോലെ 1/√x ആണെങ്കിൽ 2√x ആണ്. അതേപോലെ എക്സ് ഇൻവേഴ്സ് പ്ലസ് 1/2 ഇൻറ്റു 2√1 - x². അല്ലെ, √xൻ്റെ സ്ഥാനത്ത് 1 - x² ആണ്. √1 - x². ഈ 2 ക്യാൻസലായി. എക്സ് ഇൻവേഴ്സ് എക്സ് പ്ലസ് √1 - x² പ്ലസ് സി. I equal to integral cos inverse x dx. അപ്പോൾ cos inverse x into 1 dx, cos inverse x into 1 into integral x minus cos inverse x ഡെറിവേറ്റീവ് -1/√1 - x² into x കോപ്പി ചെയ്യണം. ഈ മൈനസ് പുറത്തേക്ക് വരുമ്പോൾ cos inverse x into x plus 1/, എന്ന് പറയുമ്പോൾ x/√1 - x² dx. അപ്പോൾ നമുക്കറിയാം റൂട്ടിൻ്റെ ഉള്ളിൽ ഇതിന് എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് എഴുതാം പ്ലസ് -2x/√1 - x² ഇൻറ്റു -1/2 അല്ലെ, 1/-2. ഈ -2 ഗുണിച്ചതാണ്, -2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ -1/2 പുറത്തേക്ക് എടുത്താൽ -1/2 - 2x/√1 - x² dx. അപ്പോൾ നമുക്കറിയാം റൂട്ടിൻ്റെ ഉള്ളിൽ ഡെറിവേറ്റീവ് മുകളിൽ വന്നു 1/√x dx പോലെ. അപ്പോൾ എന്ത് വന്നു? എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു 2√x. അപ്പോൾ 2√1 - x² പ്ലസ് സി. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യുക? സ്പെഷ്യൽ ഫോർമുല പറഞ്ഞ സ്ഥലത്ത് ചെക്ക് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് √1 - x² പ്ലസ് C is the answer. 237. I equal to integral tan inverse x dx. അപ്പോൾ എന്ത് വരും? That's equal to tan inverse x into 1. Tan inverse x into x minus 1/1 plus x² into x dx. അപ്പോൾ എന്ത് വരും? tan inverse x എന്ന് പറയുമ്പോൾ x tan inverse x മൈനസ് x/1 plus x² dx. ഈ അടിയിലുള്ള ഡെറിവേറ്റീവ് സിമ്പിളായിട്ട് മുകളിൽ കൊണ്ടുവരാം അല്ലേ. എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 2x/1 plus x². അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്തൊരു എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ലോഗ് മോഡ് 1 plus x² പ്ലസ് ഇവിടെ റൂട്ടില്ല, താഴെ ഡെറിവേറ്റീവാണ് മുകളിൽ. 238. I equal to integral cot inverse x dx. അപ്പോൾ cot inverse x into 1 dx cot inverse x into x minus -1/1 plus x² into x dx. ഈ മൈനസ് പുറത്തേക്ക് എടുത്താൽ cot inverse x cot inverse എഴുതാം പ്ലസ് അല്ലേ x/1 plus x² dx. x/, എന്നുള്ളത് 1/2 ഗുണിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എന്ത് വന്നു? എക്സ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/2 ലോഗ് മോഡ് 1 plus x² പ്ലസ് സി.
അടുത്ത് 239 I equal to integral sec inverse x dx. അപ്പം തോന്നുന്നു ഇൻ്റഗ്രൽ sec inverse x into 1 dx sec inverse x sec inverse x into x മൈനസ് എന്തരും sec inverse x 1 by x root x square minus 1 അല്ലേ. sec inverse x ഡെറിവേറ്റീവ് 1 by x root x square minus 1. ഈ x ആണ് കോപ്പി ചെയ്യണം. x dx x വെട്ടിപ്പോയി. അപ്പം എന്തോന്നു x sec inverse x മൈനസ് 1 by root of x square minus 1 dx. എന്തോന്നു x sec inverse x 1 by root x square minus 1 സ്പെഷ്യൽ ഫോർമുല അല്ലേ. log mod x plus root of x square minus 1 plus c. That is the answer. അപ്പോൾ sec inverse x into 1 sec inverse x ഡെറിവേറ്റീവ് 1 by x root x square minus 1 ആണ്. ആ x വെട്ടി പോകും. 1 by root x square minus 1 1 by root x square minus 1 നമുക്കറിയാം സ്പെഷ്യൽ ഫോർമുലയാണ്. log mod x plus root of x square minus 1 plus c. ഇതേപോലെ 240 I equal to integral cosec inverse x dx. അപ്പോൾ cosec inverse x into 1 ഒന്നു cosec inverse x into x minus 1 by x root x square minus 1 into x dx. അപ്പോൾ ഈ x വെട്ടിപ്പോയി. അപ്പോൾ cosec അല്ലെങ്കിൽ x cosec inverse x into cosec inverse x plus 1 by root of x square minus 1 dx 1 by root of x square minus 1 dx. അപ്പം തോന്നുന്നു x cosec inverse x plus log mod x plus root of x square minus 1 plus c. അടുത്ത I equal to integral x tan inverse x dx. അപ്പം a t അപ്പോൾ തിരിച്ച് എഴുതണം അല്ലേ. tan inverse x into x dx. അപ്പോൾ tan inverse x into x-ൻ്റെ ഇൻ്റഗ്രൽ x square by 2 minus 1 by 1 plus x square into x square by 2 dx. അപ്പോൾ എന്തോന്നു tan x square by 2 ആദ്യം ഇതിന് ചെയ്താം. x square by 2 tan inverse x ഈ 1 by 2 പുറത്ത് കൊടുക്കുന്നു. എന്നിട്ട് x square by 1 plus x square അല്ലെങ്കിൽ x square plus 1 plus x square dx. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാം. ഒരു +1 കൂട്ടി കൊടുത്തിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ +1 കൂട്ടി കഴിയുമ്പോൾ രണ്ട് രീതി ചെയ്യാം. ഈ x square by x square plus 1 plus x square എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ അല്ല. അപ്പോൾ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്ത് അങ്ങനെ ചെയ്താലും മതി. എങ്ങനെയും ചെയ്യാം. ഇനി അതല്ല അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴി tan inverse x minus 1 by 2. നമുക്കറിയാം ഇവിടെ അടിയത്തത് ഈ ഡിനോമിനേറ്റർ തന്നെ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്താൽ അതിൽ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. അതായത് ഈ 1 plus x square എന്ന് പറഞ്ഞാൽ x square plus 1 ആണ് അല്ലേ. അതായത് ഒരു x square plus 1 ഒരു 1 ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് 1 കൊണ്ട് കുറച്ചു. സിമ്പിളായിട്ട് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ x square by 2 tan inverse x minus 1 by 2 ഇവിടെ ഈ x square plus 1 വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. x square plus 1 x square plus 1 minus 1 by x square plus 1 dx. ഇങ്ങനെയും ചെയ്യാം. അപ്പം എന്ത് കിട്ടും 1 minus 1 by x square plus 1 അങ്ങനെ കിട്ടാം. ഇനി അതല്ല നമ്മൾ ഓൾറെഡി ചെയ്ത രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. എങ്ങനെ x square by 2 tan inverse x minus 1 by 2 ഇതിനെ I1 എന്ന് വിളിച്ചു. അപ്പോൾ I1 ഈക്വൽ ടു ഇൻ്റഗ്രൽ x square by x square plus 1 നോട്ട് പ്രോപ്പർ അല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്യണം. x square ഡിവൈഡ് ബൈ x square plus 1 x square ഇവിടെ 0 ഉണ്ടാവും പ്ലസ് 1 മൈനസ് ചെയ്യുമ്പോൾ 0 minus 1 minus 1. അപ്പോൾ അത് കിട്ടും therefore x square by x square plus 1 equal to 1 അല്ലേ. 1 minus
1/x² plus 1. Therefore integral x² I1 equal to integral 1 dx minus integral 1/x² plus 1 dx. എന്ത് കിട്ടും? x minus tan inverse x. Therefore I equal to x² by 2 tan inverse x plus x minus tan inverse x minus 1/2 minus 1/2 bracket x minus tan inverse x plus c. ഇങ്ങനെയും ചെയ്യാം. റെഡി? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.